നൈറ്റിലെ സ്കിൻ കെയർ എന്താണെന്ന് ഇപ്പോൾ കാണിക്കാം കേട്ടോ. അതിന് മുന്നേ റൂം ഞാൻ അടക്കി പറക്കി വെച്ചു. അപ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. കാരണം ഹോസ്റ്റലിലായതുകൊണ്ട് റൂം മൊത്തം പൊടിയും അലങ്കോലമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഞാനതൊക്കെ അടക്കി പറക്കി വെച്ചു. പിന്നെ ഈ ബുക്ക് ഉണ്ട് KR മീരയുടെ, അത് ഞാൻ വായിക്കാറുണ്ട്. മാരിവിൽ ക്ലിനിക്കിൽ ഹോർമോൺസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ കിട്ടും കേട്ടോ, വിയോൻ്റെ. നല്ലതാണത്. ഞാനത് രാത്രി നല്ല എപ്പോഴും തേക്കും, ഓൾമോസ്റ്റ് എപ്പോഴും തേക്കും. അതുപോലെ തന്നെ നയാസിനമൈഡ് സിറം തേക്കും. ഞാൻ പോൺസിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വേറൊരു കമ്പനി വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യണം. എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കട്ടെ. ഇതാണ് നയാസിനമൈഡ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസിലായിട്ട് പലരുടെയും ഇതിൽ കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിലാകുമ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യാനും ഹെയർ കെയർ ചെയ്യാനൊക്കെ കുറച്ച് സുഖമാണെന്ന് എനിക്ക് തോന്നും. ഹെയർ കെയറിൽ പിന്നെ എല്ലാവരും കൂടെ താമസിക്കുന്നതുകൊണ്ട് ഈ ഡാൻഡ്രഫൊക്കെ വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പക്ഷേ ആ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പം എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളുടെ കോട്ടയത്തെ വെള്ളമൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ പറയൂ കേട്ടോ.